കേന്ദ്ര സർക്കാരിന്റെ നാശോമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് അധ്യാപകർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിലായിരുന്നു പരിപാടി. This news sponsored by Britco and Britco, Nalapad UK Mart, Old Bus Stand, Kasaragod. Phone 9947 622 000 8451 886888 9947 62 0000. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഇടയിലെ ലഹരി ഉപയോഗം തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നാശാമുക്ത് ഭാരത് അഭിയാൻ. ഇതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലയിലെ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ ഹോസ്തൃക്, ചിറ്റാരിക്കാൽ, ബേക്കൽ എന്നീ ഉപജില്ലകളിൽപ്പെട്ട വിദ്യാലയങ്ങളിലെ അധ്യാപകർ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് പി ബാലകൃഷ്ണൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നശാമുക്ത ഭാരത്, ഡ്രഗ് ഫ്രീ ഇന്ത്യ എന്നാണ് ഈ പരിപാടിയുടെ പേര്. അത് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും ഒരു പദ്ധതിയാണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അത് പോലീസുമായി യോജിച്ച് അവർ പറഞ്ഞത് നമ്മൾക്ക് ഒന്നിച്ച്, അപ്പൊ അവരുടെ ആ വിഷനാണ്. കാരണം എല്ലാവരും ഒന്നിച്ച് ഈ പരിപാടി എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റുമെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പോലീസുമായി ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത്. എക്കണോമിക്സ് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഏതൊരു സാധനത്തിനും ഡിമാൻഡ് ഉണ്ടെങ്കിൽ, സപ്ലൈക്ക് വേണ്ടി നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആ സാധനം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെഡിയാണ്. കാരണം നല്ല ലാഭം കിട്ടുന്ന ഡിമാൻഡിൽ ഒരു സാധനത്തിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മനുഷ്യരാണ്, സാമ്പത്തികമാണ്, സപ്ലൈ ചെയ്യാൻ വേണ്ടി ആൾക്കാർ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ ഈ ലഹരി രണ്ട്, ഡിമാൻഡ് കുറക്കണം, അതേപോലെ സപ്ലൈ, രണ്ട് ഘട്ടമാണ്. നമ്മള് സപ്ലൈ മാത്രം, ഇതില് സപ്ലൈ സൈഡ് മാത്രം നോക്കുന്ന ആൾക്കാരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ഈ ലഹരി വസ്തുക്കള് സപ്ലൈ ചെയ്യുന്നത് തടയലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. ലഹരി എന്താണ്, കുറച്ചെങ്കിലും ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ സപ്ലൈ സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഡിമാൻഡ് സൈഡ് പോലീസിന് നോക്കാൻ പറ്റില്ല. ആ ഡിമാൻഡ് സൈഡ് കൂടി എങ്ങനെ ഇല്ലാതാക്കാം എന്ന്, അതാണ് നമ്മൾ അവയർനെസ് ക്യാമ്പയിൻ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഡിമാൻഡ് സൈഡിനെ ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യാൻ പറ്റുന്നത്, ആ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് എന്റെ മുന്നിലിരിക്കുന്ന അധ്യാപകർ. ചടങ്ങിൽ ഹോസ്തൃക് എഇഒ മിനി ജോസഫ് അധ്യക്ഷയായി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് സീനിയർ സൂപ്രണ്ട് എം അബ്ദുള്ള സ്വാഗതവും നാശാമുക്ത് ഭാരത് അഭിയാൻ ജില്ലാ കോർഡിനേറ്റർ പി ചിത്തിര നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രതിരോധത്തിൽ ജീവിത നൈപുണ്യ പരിശീലനത്തിന്റെയും പാരന്റിംഗിന്റെയും പ്രാധാന്യമെന്ന വിഷയത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ആൽബിൻ എൽദോസും മയക്കുമരുന്ന് ഉപയോഗം, സാമൂഹിക പ്രത്യാഘാതവും നിയമവശങ്ങളും എന്ന വിഷയത്തിൽ റിട്ടയർഡ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ എം രാജീവനും ക്ലാസുകൾ നയിച്ചു. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നടന്ന ചർച്ചയിൽ ASP ബാലകൃഷ്ണൻ നായർ വിഷയാവതരണം നടത്തി. സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ ജില്ലാ കോർഡിനേറ്റർ PK രാമകൃഷ്ണൻ SI ചർച്ച നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.